അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു ഹൃദയഭേദകവും ചിന്തോദ്ദീപകവുമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. ഗാസയിൽ ഒരു പൂച്ച ഇസ്രായേൽ മിസൈൽ പൊട്ടിത്തെറിച്ചതിന് ശേഷം ബാലൻസ് നഷ്ടപ്പെട്ടു നടക്കാൻ വിഷമിക്കുന്ന ഒരു വീഡിയോ ലോകമെമ്പാടും വൈറലായി. ഈ ദൃശ്യം നമ്മെ ഞെട്ടിക്കുന്നു. കാരണം യുദ്ധം മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ദുരന്തമാണ്. ഒരു പൂച്ച പോലും തീവ്രവാദിയാണെന്ന് കരുതുന്ന മനോഭാവം മനുഷ്യത്വം എവിടേക്കാണ് പോകുന്നതെന്ന് ചോദ്യമുയർത്തുന്നു. ഇത് മനുഷ്യർക്കെതിരായ കുറ്റകൃത്യം മാത്രമല്ല, മൃഗലോകത്തിനെതിരായ കുറ്റകൃത്യവുമാണ്. എന്നാൽ ഇത് അവസാന നാളിന്റെ അടയാളമാണോ? ഇസ്ലാമിക വീക്ഷണത്തിൽ ഇതിനെ എങ്ങനെ നോക്കിക്കാണാം? നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ഗാസയിലെ പൂച്ചയുടെ വീഡിയോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മൃഗങ്ങൾക്ക് യുദ്ധത്തിൽ യാതൊരു പങ്കുമില്ല എന്നാണ്. എന്നിട്ടും അവർ പൊട്ടിത്തെറികളിൽ പരിക്കേൽക്കുന്നു, ഭക്ഷണമില്ലാതെ വലയുന്നു, ഭയത്തിൽ ജീവിക്കുന്നു. ഖുർആനിൽ മൃഗങ്ങളോടുള്ള കരുണയെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. സൂറത്തുൽ അൻആം ആയത്ത് 38 അല്ലാഹു പറയുന്നു, ഭൂമിയിലുള്ള ഒരു ജന്തുവും തന്റെ ചിറകുകൾ കൊണ്ട് പറക്കുന്ന പക്ഷിയും നിന്റെ രക്ഷിതാവിന്റെ അറിവിൽ ഉൾപ്പെടാത്തവയല്ല. എല്ലാം അവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മൃഗങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അവയോട് ക്രൂരത കാണിക്കുന്നത് അവന്റെ നിയമങ്ങൾക്കെതിരാണ്. ഒരു നിരപരാധിയായ പൂച്ചയെ തീവ്രവാദിയായി കാണുന്ന മനോഭാവം മനുഷ്യന്റെ ഹൃദയത്തിലെ കരുണ നഷ്ടപ്പെടുന്നതിന്റെ തെളിവാണ്. യുദ്ധം മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെയും ലക്ഷ്യം വയ്ക്കുമ്പോൾ അത് ധാർമ്മികതയുടെ പതനമാണ്. ഒരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഒരു സ്ത്രീ ഒരു പൂച്ചയെ പട്ടിണിക്കിട്ട് കൊന്നതിന് ശിക്ഷിക്കപ്പെട്ടു. അവൾ അതിനെ ഭക്ഷണമോ വെള്ളമോ നൽകാതെ അടച്ചുപൂട്ടി. ഇത് മൃഗങ്ങളോടുള്ള ക്രൂരതയുടെ ഗൗരവം വ്യക്തമാക്കുന്നു. ഗാസയിലെ ഈ ദുരന്തം മൃഗങ്ങൾ പോലും സുരക്ഷിതമല്ലാത്ത ഒരു ലോകത്തെ കാണിക്കുന്നു. ഇസ്ലാമിൽ അവസാന നാളിന്റെ അടയാളങ്ങളിൽ ധാർമ്മികതയുടെ തകർച്ച, ക്രൂരതയുടെ വർധനവ്, പ്രകൃതിയുടെ നാശം എന്നിവ ഉൾപ്പെടുന്നു. ഒരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, അവസാന നാൾ അടുക്കുമ്പോൾ അനീതി വർദ്ധിക്കും, ധാർമ്മികത കുറയും, മനുഷ്യർക്കിടയിൽ കരുണയില്ലാതാകും. മൃഗങ്ങളോടുള്ള ഈ ക്രൂരത മനുഷ്യന്റെ ഹൃദയം കല്ലാകുന്നതിന്റെ ഒരടയാളമായി കാണാം. ഖുർആനിൽ സൂറത്തുൽ റൂം ആയത്ത് 41 പറയുന്നു, മനുഷ്യന്റെ കൈകളാൽ സമ്പാദിച്ചതിന്റെ ഫലമായി കരയിലും കടലിലും കുഴപ്പം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. യുദ്ധവും മൃഗങ്ങളുടെ ദുരിതവും ഈ കുഴപ്പത്തിന്റെ ഭാഗമല്ലേ? നാം നിശബ്ദരായിരിക്കാൻ പാടില്ല. ഖുർആനും ഹദീസും മൃഗങ്ങളോടുള്ള കരുണയെ, മൃഗങ്ങളെ സംരക്ഷിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ഇതിനായി ചില ചെറിയ ശ്രമങ്ങൾ ചെയ്യാം. യുദ്ധബാധിത പ്രദേശങ്ങളിൽ മൃഗങ്ങളെ സഹായിക്കുന്ന സംഘടനകൾക്ക് പിന്തുണ നൽകുക. ഈ വിഷയത്തിൽ അവബോധം വ്യാപിപ്പിക്കുക. സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക. മൃഗങ്ങളോട് കരുണ കാണിക്കുക, അവയെ ഉപദ്രവിക്കാതിരിക്കുക. ഗാസയിലെ പൂച്ചയുടെ ദുരന്തം യുദ്ധത്തിന്റെ ഭീകരതയും മനുഷ്യത്വത്തിന്റെ പതനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് അവസാന നാളിന്റെ അടയാളമായിരിക്കാം, എന്നാൽ നമുക്കിപ്പോൾ തന്നെ മാറ്റം വരുത്താം. ഖുർആനും ഹദീസും നമ്മെ കരുണയുടെ പാതയിലേക്ക് നയിക്കുന്നു. ഒരുമിച്ച് മനുഷ്യർക്കും മൃഗങ്ങൾക്കും സമാധാനപൂർണമായ ഒരു ലോകത്തിനായി പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.